ഈ വാഴക്കാട് വന്നപ്പോഴാണ് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയത്. കാരണം വരുമ്പോഴത്തേക്ക് തന്നെ തണ്ണീർ പന്തലുകൾ, ആൾക്കാരുടെ സ്വീകരണങ്ങൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ എൻട്രൻസ് എക്സാമായ നീറ്റ് എക്സാമിന് വാഴക്കാട് ഹൈസ്കൂള് പരീക്ഷാ കേന്ദ്രമായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പല ദിക്കുകളിൽ നിന്നും, മലപ്പുറം ജില്ലയിൽ തന്നെ പല ദിക്കുകളിൽ നിന്നും കുട്ടികളും രക്ഷിതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഈ ഉഷ്ണക്കാലത്ത് ഒരു ആശ്വാസമായിട്ടാണ് വാഴക്കാട്ടെ പല സംഘടനകളും ഇവിടെ തണ്ണീർപ്പന്തൽ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വാഴക്കാട് മുസ്ലിം ലീഗ്, MSF, SYS സ്വാതന്ത്ര്യം, പിന്നെ വാഴക്കാട് സർവീസ് സഹകരണ ബാങ്ക്, അതുപോലെ തന്നെ വിവിധ ജിഗ്ര അതുപോലുള്ള സംഘടനകളൊക്കെ ഇവിടെ സജീവമായിട്ട് രംഗത്തുണ്ട്. ഇത് എല്ലാം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വളരെ ആശ്വാസമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. നിലമ്പൂർ കരുളായിൽ നിന്ന് വരുന്ന ഞങ്ങൾക്ക് നീറ്റ് എക്സാമിന് വേണ്ടി മകളുടെ നീറ്റ് എക്സാമിൻ്റെ ആവശ്യത്തിന് വന്ന വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ലീഗ് ഓഫീസിൽ ഈ കൊടും ചൂടിൽ ഇവിടെ ഇരിക്കാനും മറ്റാവശ്യങ്ങൾക്ക് അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി തന്നതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഈ സൗകര്യം ഒരുക്കി തന്ന ഇവിടുത്തെ സംഘാടകരോട്, ഈ ചുട്ടുപഴുത്ത് നിൽക്കുന്ന വേനൽക്കാലത്ത് ഇത്രയും നല്ലൊരു സൗകര്യം ഒരുക്കി തന്ന ഈ സംഘാടകരോട് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നീറ്റ് എക്സാമിൻ്റെ ഭാഗമായി വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് 2 വർഷമായി സെൻറ്ററായി പ്രവർത്തിക്കുകയാണ്. വാഴക്കാട്ടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന SYSൻ്റെ സ്വാതന്ത്ര്യം വളണ്ടിയേഴ്സാണ്. ഇവിടെ എക്സാമിന് വരുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ കൂടെ വരുന്ന രക്ഷിതാക്കൾക്കും ആവശ്യമായ കുടിവെള്ളം ബോട്ടിലുകളും അതുപോലെ ബിസ്ക്കറ്റ് പാക്കുകളും സൗജന്യമായി വിതരണം ചെയ്യുന്നത്. ഇതിനുവേണ്ടി സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ കൂടെ വന്ന രക്ഷിതാക്കൾക്ക് റെസ്റ്റ് എടുക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും പ്രാർത്ഥിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും വാഴക്കാട് ISP സെൻറ്റർ കേന്ദ്രീകരിച്ച് മദ്രസയിലും പള്ളിയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മുടെ സഹകരണ സംഘങ്ങൾ പൊതുജനങ്ങൾക്ക് ഈ തണ്ണീർ പന്തൽ ഒരുക്കിയിരിക്കുകയാണ്. ഒരാഴ്ചയായിട്ട് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി ഇന്ന് നീറ്റ് എക്സാം നടക്കുകയാണ്. വാഴക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന നീറ്റ് എക്സാമിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വാഴക്കാട് സർവീസ് സഹകരണ ബാങ്ക് തണ്ണീർ പന്തൽ ഒരുക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വാഴക്കാട് സെക്കൻഡറി സ്കൂളിൽ മോൻ്റെ നീറ്റ് എക്സാമിന് വേണ്ടി വന്നതായിരുന്നു. ഈ കഠിന ചൂടിൽ MSFൻ്റെ തണ്ണീർ പന്തലിലാണ് ഞാൻ നിൽക്കുന്നത്. ജനങ്ങളുടെ വിദ്യാർത്ഥികളുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് വാഴക്കാട് MSF ഇങ്ങനൊരു തണ്ണീർ പന്തൽ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ വന്ന ആളുകളൊക്കെ ഈ തണ്ണീർ പന്തലിൽ വന്നിട്ട് ദാഹം അകറ്റി പോകുമ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനം എത്രത്തോളം കുട്ടികളുടെ മനസ്സറിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും MSF വാഴക്കാട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് റാസൽ ഖൈമ KMCCയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ അകമഴിഞ്ഞ സന്തോഷവും സ്നേഹവും അറിയിക്കുക. ഞാൻ ഡോക്ടർ മുസ്തഫയാണ്. എൻ്റെ മോളോടെ പരീക്ഷ എഴുതുന്നുണ്ട് വാഴക്കാട് GHSS വാഴക്കാടിലാണ് എഴുതുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എല്ലാം നല്ല സജ്ജീകരണങ്ങളാണ്. വരുന്ന ആളുകൾക്ക് ഇത്രയും ചൂടിൽ നിൽക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് പിന്നെ വെള്ളങ്ങൾ ഒരുക്കിയിട്ടും പിന്നെ അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ SYSൻ്റെയും MSFൻ്റെയും ആൾക്കാരെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഗേറ്റിൽ അതിനുള്ള സെക്യൂരിറ്റിക്കാർ നല്ല ഉഷാറായിട്ട് നല്ല എല്ലാം വേണ്ട എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഓഫീഷ്യൽസും അതേപോലെ നല്ലതുപോലെ സഹായിക്കുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. എല്ലാം നല്ലതുപോലെ ഭംഗിയായിട്ട് നല്ല ഉഷാറായിട്ട് ചെയ്ത് അറേഞ്ച്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് നിൽക്കണം. എന്താ വെച്ചാൽ 5 മണി വരെ ഇവിടെ എക്സാം കഴിയുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന രക്ഷിതാക്കൾക്കും അതിൻ്റെ കൂടെ വന്ന കൂട്ടുകാർക്കും എല്ലാവർക്കും ശീതീകരിച്ച MSFൻ്റെ വകയുള്ള നല്ല ഹാൾ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ വക സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് വളരെ സൗകര്യമാണ്. നമ്മളിപ്പോൾ ഉള്ളത് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ്. ഇവിടെ ഇന്ന് നീറ്റ് എക്സാം നടക്കുമ്പോൾ വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ ഒരു സെൻറ്ററാണ്. ആ നിലയിൽ നമ്മുടെ പല ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ വിദ്യാർത്ഥികൾ എക്സാം അപ്പിയർ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരുടെ രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അവർക്ക് ഏറെക്കുറെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ നമ്മുടെ നാട്ടുകാരെല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സജീവമായി രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് ഇന്ന് അവധി ദിവസമായിട്ടും
പൂർണ്ണമായി ഇവർക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ഇവിടെ അതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിനാൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ആരെങ്കിലും ഒരു ബൈറ്റ് തരുമോ പരീക്ഷനെ പറ്റി? മോനെ ഒരു ബൈറ്റ് തരുമോ പരീക്ഷയെ പറ്റി? പരീക്ഷയെ പറ്റി അഭിപ്രായം ഏതെങ്കിലും ഒരു അഭിപ്രായം ഒരാൾക്ക് പ്ലീസ്. ഇത് ഫസ്റ്റ് ടൈം ഇതാണ് ഇപ്പോൾ റിപ്പീറ്റ് ആണ്. എവിടെ വീട് ആരാണ്? ഞാൻ പഠിച്ച സബ്ജക്റ്റ് ഒക്കെ വന്ന് അങ്ങനെ ഉണ്ട്. അങ്ങനെ എത്ര പെർസെൻറ്റേജ് മാർക്ക് പ്രതീക്ഷിക്കാം? എന്നാലും സാറ്റിസ്ഫൈഡ് ആണ്. പൊതുവെ ഉഷാറല്ലേ? ഓക്കെ ശരി, താങ്ക് യു. നീറ്റ് എക്സാം കുഴപ്പമില്ല, നല്ല എക്സാം ആയിരുന്നു. പഠിച്ച ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? അത്യാവശ്യം കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ഇതാണെങ്കിൽ? ഞാൻ ഫസ്റ്റ് ടൈം ഇതാണ്, ടീച്ചറാണ്. പൊതുവെ കുഴപ്പമില്ല. കഴിഞ്ഞ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു അല്ലേ? ഏകദേശം എത്ര പെർസെൻറ്റേജ് മാർക്ക് പ്രതീക്ഷിക്കാം? അതൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു.